എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 യോഹന്നാൻ 1:1-2. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തെ വ്യത്യസ്തമായ നിലകളിൽ അറിയുന്ന ദൈവജനം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കണ്ടറിഞ്ഞവരുണ്ട്, കേട്ട് അറിഞ്ഞവരുണ്ട്, തൊട്ടറിഞ്ഞവരുണ്ട്, രുചിച്ചറിഞ്ഞവരുണ്ട്. 2 പത്രോസ് 1:16 പറയുന്നു, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. ഞങ്ങൾ യേശുവിനെ അറിഞ്ഞത് വല്ലവരും പറഞ്ഞു കേട്ടതോ കഥ കേട്ടതോ മൂലമുണ്ടായ ഒരു അനുഭവമല്ല, പിന്നെയോ യഥാർത്ഥമായും തൊട്ട് കണ്ട് കേട്ട് അറിയുന്നു. പത്രോസ് അത് പറയുമ്പോൾ മറുരൂപമറയിൽ വെച്ചും പിന്നെ 3.5 വർഷം കൂടെ നടന്നപ്പോഴുമെല്ലാം അവിടുത്തെ മഹത്വം ഞങ്ങൾ നേരിട്ട് കണ്ടു, അനുഭവിച്ചറിഞ്ഞു. പിതാവിൽ നിന്ന് ലഭിച്ച മാനവും തേജസ്സും സ്വന്തം കണ്ണാലെ കണ്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ അടിവരയിട്ട് പറയുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും അനുഭവിച്ചതും. അത് സാക്ഷീകരിക്കുന്നു. യഥാർത്ഥ സാക്ഷി നേരിൽ കണ്ട സാക്ഷിയാണ്. അവൻ കണ്ടതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. മറ്റൊന്ന് കേട്ടറിഞ്ഞവർ. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു എന്ന് 2 പത്രോസ് 1:18 നമ്മൾ വായിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായത് സ്വന്തം ചെവിയാൽ കേട്ടു, ഞങ്ങൾ കേട്ടത് എന്ന് യോഹന്നാൻ അപ്പോസ്തലനും പറയുന്നു. സ്വന്തം കാതുകളെ വിശ്വസിക്കാം. വ്യക്തിപരമായ അനുഭവമാണ് ഉള്ളതും കണ്ടതും കേട്ടതും. ആ അനുഭവത്തെ ചോദ്യം ചെയ്യാൻ മറ്റാർക്കും സാധ്യമല്ല. മറ്റൊന്ന് തൊട്ടറിയുക എന്നതാണ്. യോഹന്നാൻ പറയുന്നു, ആദി മുതലുള്ളതും പിന്നീട് ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. തങ്ങളുടെ കൈ തൊട്ടറിഞ്ഞതാണ്. യഥാർത്ഥമാണോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. പോരെങ്കിൽ മാറത്ത് ചാരി ഇരുന്നിട്ടുമുണ്ട്. ഉയിർത്തെഴുന്നേറ്റ ശേഷവും തൊട്ടു നോക്കിയിട്ടുണ്ട്. ആ തുടിപ്പ് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇടിമക്കൾ എന്ന പേര് കേട്ടവരിൽ ഒരുവനായ താൻ ഇന്ന് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറിയത്. സങ്കീർത്തനം 34 നമ്മൾ വായിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിവിൻ. കണ്ടറിവിനേക്കാളും കേട്ടറിവിനേക്കാളും തൊട്ടറിവിനേക്കാളും വളരെ വ്യത്യസ്തവും ശ്രേഷ്ഠവുമാണ് രുചിച്ചറിവ്. ഉള്ളിലേക്കെടുത്ത് ആഹരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് ബലവും ഗുണവും നൽകുന്നതാണ് രുചിച്ചറിവ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. ഈ ശ്രേഷ്ഠ ദൈവത്തെ അറിഞ്ഞവർക്കെല്ലാം പറയാനുള്ളത് ഒന്ന് മാത്രം, യഹോവ നല്ലവൻ തന്നെ. അത് രുചിച്ച് അറിഞ്ഞവർക്കെല്ലാം പറയാനുള്ള ഒരു വാസ്തവമാണ് അങ്ങനെ. മറ്റൊരു അനുഭവം നോക്കി അറിയുക എന്നതാണ്. 34-ാം സങ്കീർത്തനത്തിൽ കാണുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അപ്പോൾ കാണുന്നതും നോക്കുന്നതും അർത്ഥത്തിലൊന്നു തന്നെയാണ് എങ്കിലും
അവയുടെ പിൻപിലുള്ള ഉദ്യമത്തിന് വ്യത്യാസമുണ്ട്. കാണുന്നത് സ്വാഭാവികമായും യാദൃച്ഛികമായുമാണ്. എന്നാൽ നോക്കുന്നതിൻ്റെ പിന്നിൽ ബോധപൂർവമായ ഒരു പരിശ്രമമുണ്ട്. അവനവൻ വിചാരിച്ചാൽ മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്കത് ചെയ്യാൻ കഴിയില്ല. സ്വമനസാലെ ആ തിരുമുഖത്തേക്ക് ആരൊക്കെ എന്നൊക്കെ നോക്കിയിട്ടുണ്ടോ അവരെല്ലാം ഇന്നുവരെ ജീവൻ പ്രാപിച്ചിട്ടുണ്ട്, പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരാരും ഇന്നുവരെ ലജ്ജിച്ച് പോയില്ല. നോട്ടം എന്ന വിഷയം ചിന്തിച്ചപ്പോൾ ധാരാളം ചിന്തകൾ നമുക്ക് അതിൽ നിന്ന് ഉടലെടുക്കും. അപ്പോൾ ദൈവത്തെ അറിയുക എന്നത് ദൈവജനത്തിൻ്റെ കടമയും കർത്തവ്യവുമാണ്. ദൈവത്തെ അറിഞ്ഞ ദൈവജനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ദൈവത്തെ രുചിച്ചറിയുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. കേട്ടറിയുക, കണ്ടറിയുക, തൊട്ടറിയുക, രുചിച്ച് അറിയുക, നോക്കുക. അപ്പോൾ ദൈവം എന്ന യാഥാർത്ഥ്യം നമ്മൾക്ക് അനുഭവവേദ്യമാകുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതൊരിക്കലും മായാത്ത, നിലച്ചു പോകാത്ത അനുഭവമാണ്. നമ്മളതിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെയും വിശുദ്ധ പത്രോസും യോഹന്നാനും സാക്ഷീകരിക്കുന്നത് പോലെയും ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭാഗ്യം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ ജീവിപ്പാൻ തിരുമുൻപിലേക്ക് അടുത്തു വരുന്നു. പകലിൻ്റെ നന്മകളും സാധ്യതകളും നൽകണമേ. ലജ്ജിതരായി പോകാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപയിലും കനിവിലും നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും കരുണയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് നയിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.